Good afternoon. Good afternoon, Miss. Good afternoon, ma'am. CSSD. Good afternoon, ma'am. നമ്മൾ നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സില് CSSD അല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ? Yes, ma'am. ഓക്കെ, എവിടെ വരെ എടുത്തേ? Organogram. ഓർഗാനോഗ്രാം വരെ എടുത്തു അല്ലെ? നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് പോവാം. ഓക്കെ, എന്താണ് CSSD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? CSSD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയാണ് ഒരു ഹോസ്പിറ്റൽ ഉള്ളത്? CSSD സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ അല്ലെ? സ്റ്റെറിലൈസേഷൻ ചെയ്യാനാണ്. അതെങ്ങനെയാണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസിന് എന്ത് ചെയ്യുന്നു? CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ക്ലീനിങ് ചെയ്ത് അതുപോലെയുള്ള പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ? കുറച്ച് ക്ലീനിങ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സ്റ്റെറിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ അണുവിമുക്തമാക്കിയതിനു ശേഷം അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയ്യുന്നു. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു CSSD ഡിസൈൻ എങ്ങനെയുള്ള ഫ്ലോയിലാണ് അതുള്ളത്? CSSD ഡിസൈനിന്റെ ഫ്ലോ എങ്ങനെയാണ്? CSSD ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈൻ എങ്ങനെയാണ്? എന്ത് ഫ്ലോ ആണ് അവിടെ? ഡയറക്ഷൻ എങ്ങനെയാണ് ഇതിന്റെ ഡയറക്ഷൻ? വെരി ഗുഡ്. യൂണിഡയറക്ഷണൽ അല്ലെ? യൂണിഡയറക്ഷണൽ ഫ്ലോയിലാണ് നടക്കുന്നത്. അതുപോലെ 3 സോണുകളായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട് അല്ലെ? 3 സോണുകളായിട്ട്. ഏതൊക്കെയായിരുന്നു ആ 3 സോണുകള്? CSSD ഡിപ്പാർട്ട്മെന്റിൽ തിരിച്ചിരിക്കുന്ന 3 സോണുകൾ ഏതൊക്കെയാണ്? സോയിൽഡ് സോൺ, വേറെ ഏതാണ്? ക്ലീൻ സോൺ, അതുപോലെ തന്നെ സ്റ്റെറൈൽ സോൺ അല്ലെ? 3 സോണുകളായിട്ട് CSSD ഡിപ്പാർട്ട്മെന്റിനെ തിരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ 3 സോണുകളായിട്ട് തിരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു സിംഗിൾ ഡയറക്ഷൻ അല്ലെ? യൂണിഡയറക്ഷണൽ ഫ്ലോ ആണ്. അവിടെ തമ്മില് ഓരോ സോണുകളും തമ്മിൽ മിക്സിങ്ങോ കാര്യങ്ങളോ നടക്കാത്തത് കൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ആവുന്നതിനെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ വർക്ക് ഫ്ലോ ഓഫ് CSSD ആയിരുന്നു പറഞ്ഞിരുന്നത്. വർക്ക് ഫ്ലോയില് ഫസ്റ്റ് വരുന്നത് എവിടെയാ? ഏത് ഏരിയ ആണ്? റിസീപ്റ്റ് അല്ലെങ്കിൽ റിസീവിംഗ് ഏരിയ അല്ലെ? അതിനുശേഷം റിസീവിംഗ് ഏരിയയിൽ നിന്നും ആ ഒരു ഐറ്റം വന്നു കഴിഞ്ഞാൽ എവിടേക്ക് അതെന്താ ചെയ്യുന്നത്? എന്താ ചെയ്യാ? റിൻസിങ് ചെയ്യും അല്ലെ? കഴുകും. അതിനുശേഷം അതെന്താ ചെയ്യുന്നത്? റിൻസിങ് കഴിഞ്ഞാല് എന്താ? ക്ലീനിങ് ചെയ്യും അല്ലെ? വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്ലീൻ ചെയ്യും. അതിനുശേഷം ഡ്രൈയിങ് ചെയ്യും അല്ലെ? ഉണക്കും. അതിനുശേഷം എന്താ ചെയ്യാ? ട്രേകളിലാക്കി ഓരോന്നും ചെക്ക് ചെയ്ത് ട്രേയിലാക്കി അസംബ്ലികളിൽ ഒരുമിച്ച് വയ്ക്കുന്നു. അതിനുശേഷം അത് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു, ലേബലിംഗ് നടത്തുന്നു. അതുപോലെ തന്നെ അത് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. ക്ലീൻ ആയിട്ടുള്ള അല്ലെ? ലേബലിംഗ് കഴിഞ്ഞ് സ്റ്റെറിലൈസ് ചെയ്ത് വന്നിരിക്കുന്ന ഓരോ ഐറ്റംസും ക്ലീൻ ആയിട്ടുള്ള റാക്കുകളിൽ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഇഷ്യൂ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. ഇത്രയും ആ ഒരു വർക്ക് ഫ്ലോ CSSD-ലുള്ളതാണ്. ഇനി ഓർഗനോഗ്രാം നോക്കുമ്പോ CSSD-യില് ഏറ്റവും ഹെഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു CSSD ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഗനോഗ്രാമില് ഏറ്റവും ഹെഡ് ആയിട്ട് നിൽക്കുന്ന ആരാണ്? വ്യക്തി ഏതാണ്? മാനേജർ. CSSD ഇൻചാർജ് അല്ലെങ്കിൽ മാനേജർ ആണ്. അവരുടെ കീഴിൽ വരുന്നത് ആരാ? നേരെ കീഴിൽ തൊട്ട് താഴെ വരുന്ന വിഭാഗം ഏത് ലെവലിലുള്ള ആരാണ് വരുന്നത്? തൊട്ട് താഴെ മാനേജറുടെ കീഴിൽ വരുന്നത് ടെക്നീഷ്യൻ. അതിന് കീഴിൽ വരുന്നത് ആരാണ്? അവരുടെ കീഴിൽ വരുന്ന ആരാ? അസിസ്റ്റന്റ് അല്ലെ? അസിസ്റ്റൻസ്. അതിന് കീഴിൽ വരുന്നത് ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ. അവരുടെ കീഴിൽ വരുന്നവരാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ. ഒരു 5 മെമ്പേഴ്സ് ആണ് നമുക്ക് ഓർഗാനോഗ്രാമിൽ ഇവിടെ പഠിക്കാനുള്ളത്. കറക്റ്റ് ഓർഡറിൽ പഠിച്ചു വെച്ചാല് നിങ്ങൾക്ക് ഒരു ഭാഗത്ത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തിട്ടുള്ളത്. നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് CSSD. ഫങ്ഷണൽ ഏരിയാസ് CSSD-യിലെ ഫങ്ഷണൽ ഏരിയാസ് ഏതൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ഭാഗമാണ്. ഒരു 6 ഫങ്ഷണൽ ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് റിസീവിംഗ് ഏരിയ. റിസീവിംഗ് ഏരിയ. നെക്സ്റ്റ് വരുന്നതാണ് ക്ലീനിങ് ഏരിയ.
ക്ലീനിങ് ഏരിയ കഴിഞ്ഞ് തേർഡ് വൺ വരുന്നതാണ് പാക്കിംഗ് ഏരിയ. അപ്പൊ ആ ഒരു 6 ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചിരിക്കണം. ആ ഓർഡർ തെറ്റിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ്സിംഗ് ആയിട്ടോ ഒക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു 6 ഫങ്ഷണൽ ഏരിയയുടെയും ഓർഡർ കൃത്യമായിട്ട് അത് നോക്കി മനസ്സിലാക്കി വെച്ചിരിക്കണം. ഏത് ഓർഡറിൽ എന്താണോ തന്നിരിക്കുന്നത്, ഇപ്പൊ ഓർഡർ തെറ്റിച്ച് തന്നാൽ അത് കറക്റ്റ് ആക്കാനും, അതുപോലെ എന്തെങ്കിലും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒന്ന് ടാക്സ് ചെയ്യാനും, അതുപോലെ തന്നെ ഒരു ഏരിയ കഴിഞ്ഞ് അടുത്ത ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് എഴുതാനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ 6 ഏരിയയുടെ ആ ഒരു ഓർഡർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഷുവർ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ഫസ്റ്റ് നമുക്കറിയാലോ റിസീവിംഗ് ഏരിയ, ഐറ്റംസ് റിസീവ് ചെയ്യുന്ന ഏരിയ ആണ്. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു, ക്ലീനിങ് ഏരിയയിലേക്ക് കൊടുക്കുന്നു. ക്ലീനിങ് ഏരിയയിൽ നിന്നും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പാക്ക് ചെയ്തിട്ട് സ്റ്റെറിലൈസേഷന് വിടുകയാണ്. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നു. ഇത്രയും ആ ഒരു ഫങ്ഷണൽ ഏരിയ ഓഫ് CSST പറയുന്നതാണ്. ഇത് ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ നോക്കാം, റിസീവിംഗ് ഏരിയ. റിസീവിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ എന്തായിരിക്കും അവിടെ ചെയ്യാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും. റിസീവിംഗ് ഏരിയ എന്ന് പറയുമ്പോ അവിടെ എന്താ ചെയ്യുന്നത്, എന്തായിരിക്കും മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ അത് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ഓർഡർ നിങ്ങൾക്ക് തെറ്റിപ്പോ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. റിസീവിംഗ് ഏരിയ എന്ന് പറയുന്ന സമയത്ത് അതെ വാങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് മറ്റ് ഹോസ്പിറ്റലിലെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വരുന്ന യൂസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സോ എക്വിപ്മെന്റ്സോ ടൂൾസ് ഒക്കെ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്ന സ്ഥലമാണ് റിസീവിംഗ് ഏരിയ അല്ലെ. അപ്പൊ അവിടെ ഒരു കൗണ്ടർ ഉണ്ടായിരിക്കും, ഒരു വിൻഡോ ഉണ്ടായിരിക്കും. റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത് ഒരു കൗണ്ടർ, ഒരു വിൻഡോ ഉള്ള ഒരു കൗണ്ടർ ആണ്. ആ വിൻഡോയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന യൂസ്ഡ് ഐറ്റംസ് എന്ത് ചെയ്യുന്നു, സ്വീകരിച്ച് വാങ്ങി വെക്കുന്നു. ഈ വാങ്ങി വെക്കുന്ന സമയത്ത് ആ റിസീവിംഗ് ഏരിയയിൽ കുറച്ച് കാര്യങ്ങൾ ഈ ഐറ്റംസ് വരുമ്പോൾ ചെയ്യാനുണ്ട്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വരുന്ന ഐറ്റംസ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എത്ര ഐറ്റംസ് ഏതൊക്കെ വന്നു, എത്ര എണ്ണം ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൗണ്ട് ചെയ്യണം. എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം വേണം അത് ഇവിടെ വാങ്ങി വെക്കാനായിട്ട്. അതുപോലെ തന്നെ ഇനി ഇൻ കേസ് ഈ വാങ്ങി വെച്ചിരിക്കുന്ന ഐറ്റംസ് എന്താണ്, അതിൽ തന്നെ എന്തെങ്കിലും കേടുപാടുകൾ ഉള്ളതോ അല്ലെങ്കിൽ മൂർച്ച കുറവോ, ഇപ്പൊ നൈഫ്സോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മൂർച്ച കുറവുള്ളതായിട്ടുള്ള എക്യുപ്മെന്റ്സുകളോ ഉപകരണങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. അതുപോലെ തന്നെ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത ഐറ്റംസ് ഉണ്ടെങ്കിൽ അതെല്ലാം വേർതിരിക്കുക, അല്ലെങ്കിൽ അതെന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്ത് കളയണം. അത് കൂടാതെ അതല്ലാതെയുള്ള ഒഴികെയുള്ള ബാക്കി നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കേടുപാടുകളൊന്നും ഇല്ലാത്ത ഐറ്റംസ് എന്ത് ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്യുക. അതാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ലേ ഉള്ളൂ. അതെന്ത് ചെയ്യുക, അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ റിസീവിംഗ് ഏരിയയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നോക്കിയൊന്ന്, റിസീവിംഗ് ഏരിയ, it is used from several departments of the hospital are transferred to CSST for cleaning and sterilization. അപ്പൊ റിസീവിംഗ് ഏരിയയില് ഈ എന്താ ചെയ്യുന്നത്, അതാത് ഡിപ്പാർട്ട്മെന്റുകൾ, അതായത് ഹോസ്പിറ്റലിലെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുമുള്ള യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകള് ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസേഷൻ ചെയ്യാനും വേണ്ടിയിട്ട് ഈ റിസീവിംഗ് ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏതാണ്, CSSTയിലെ റിസീവിംഗ് ഏരിയയിലേക്ക് അല്ലെ. അപ്പൊ ക്ലീനിങ് നടത്തണം, അതുപോലെ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഇത് കൊണ്ടുവരുന്നത്. ഈ കൊണ്ടുവരുന്ന സമയത്ത് preferably the items which get stained with blood or body fluid should be decontaminated with the sodium hypochlorite solutions in the user department itself before sending to CSST. ഈ ആ ഒരു സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രിഫറബിളി ഇവിടെ ചില ഒരു പ്രത്യേക സിറ്റുവേഷൻസ് ആണ് പറയുന്നത് കേട്ടോ. The items which get stained with blood or body fluids, ഈ വരുന്ന ഇൻസ്ട്രുമെന്റ്സോ ടൂൾസോ ഒക്കെ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ മൂലം കണ്ടാമിനേറ്റഡ് ആവാണെങ്കിൽ, സ്റ്റെയിൻഡ് ചെയ്യാണെങ്കിൽ, കറ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് CSSTയിലേക്ക് കൊടുത്തുവിടുന്നതിന് മുൻപ് എന്ത് ചെയ്യണം, അതാത് യൂസർ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഡീകണ്ടാമിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എങ്ങോട്ട് കൊടുത്തുവിടാനായിട്ട്, CSST ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തുവിടാനായിട്ട്. എന്തുപയോഗിച്ചാണ് ഡീകണ്ടാമിനേഷൻ ചെയ്യേണ്ടത്, സോഡിയം
ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട്. അപ്പോ പ്രിഫറബിളി ദ ഐറ്റംസ് വിച്ച് ഗെറ്റ് സ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ് should be decontaminated with the sodium hypochlorite solution. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് വഴി സ്റ്റെയിൻഡ് ആവുന്ന അല്ലെങ്കിൽ കറ പറ്റുന്നതായിട്ടുള്ള എക്യുപ്മെന്റ്സോ ടൂൾസോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ വെച്ച് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് ഡീകണ്ടാമിനേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് കൊടുത്തുവിടാനായിട്ട് പാടുള്ളൂ. Then the accepting area of CSSD should have entry to outside through a window with a counter. അപ്പൊ CSSDയുടെ ഈ റിസീവിംഗ് ഏരിയ അല്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയില് ഒരു എന്തുണ്ടായിരിക്കണം, ഒരു കൗണ്ടർ വിത്ത് വിൻഡോ ഉണ്ടായിരിക്കണം. ഇതിലൂടെയാണ് നമ്മൾ ഐറ്റംസ് എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. Then the item should be counted and received. ഈ ഐറ്റംസ് വരുന്ന ഓരോ ഐറ്റംസ് എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്യണം, എണ്ണി ചിട്ടപ്പെടുത്തി വേണം അതവിടെ വാങ്ങി വെക്കാനായിട്ട്. ഇനി subsequently the instruments are examined and unsharpened instruments are sorted out or disposed of. ഇനി ഈ ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക, അവിടെ തിട്ടപ്പെടുത്തുക മാത്രമല്ല ചെയ്യേണ്ടത്, ഈ ഓരോ ഇൻസ്ട്രുമെന്റ്സും എക്സാമിൻ ചെയ്യുക അല്ലെങ്കിൽ വിശദമായിട്ട് പരിശോധിച്ച് അതിൽ നമുക്ക് അൺഷാർപ്പൻഡ് ആയിട്ടുള്ള മൂർച്ചയില്ലാത്തതോ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്തതോ പൊട്ടലുകൾ ഉള്ളതോ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യണം, അത് സോർട്ട് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ തരംതിരിച്ച് മാറ്റിവെക്കുക അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുക. നെസസറി entries of the accepted items are made in the records. ഇനി ഈ ബദല് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വേർതിരിച്ച് മാറ്റി വെച്ച് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് മാത്രം എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇനി afterwards the items are transferred to cleaning area. അതിനുശേഷം എന്ത് ചെയ്യണം, ഈ ഐറ്റംസ് ഓരോന്നും ഏത് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം, ക്ലീനിങ് ഏരിയയിലേക്ക് ക്ലീനിങ്ങിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പൊ റിസീവിംഗ് ഏരിയയിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, റിസീവിംഗ് ഏരിയയില് ഒരു ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന യൂസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സോ എക്യുപ്മെന്റ്സ് അല്ലെ, അതെല്ലാം എന്ത് ചെയ്യുന്നു, ഈ CSSDയിലേക്ക് ക്ലീനിങ്ങിനും സ്റ്റെറിലൈസേഷനും വേണ്ടി കൊണ്ടുവന്ന് കൊടുക്കുന്ന ഏരിയയാണ് റിസീവിംഗ് ഏരിയ. അപ്പൊ റിസീവിംഗ് ഏരിയയിൽ ഒരു കൗണ്ടർ അതുപോലെ തന്നെ ഒരു വിൻഡോ ഉണ്ടാവും, അതിലൂടെയാണ് അവരത് സ്വീകരിക്കുന്നത്. ആ സ്വീകരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, അവരത് കൗണ്ട് ചെയ്യണം, എണ്ണി തിട്ടപ്പെടുത്തി വേണം സ്വീകരിക്കാനായിട്ട്. ഇനി അത് സ്വീകരിച്ചു വെച്ച് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യുക, തരംതിരിക്കുക. അതായത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ടുള്ള മൂർച്ച കുറവുള്ളതോ അല്ലെങ്കിൽ പൊട്ടിയതോ അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ചതോ ആയിട്ടുള്ള എക്യുപ്മെന്റ്സോ ടൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേർതിരിച്ച് മാറ്റിവെക്കുക അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുക. ബാക്കി നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഐറ്റംസ് മാത്രം റെക്കോർഡ് ചെയ്ത് വെക്കുകയും അത് ക്ലീനിങ് ഏരിയയിലേക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അയക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത അവിടെ പറഞ്ഞത് എന്താണ്, ഈ CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു യൂസർ ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ച മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉപയോഗിച്ചതായിട്ടുള്ള കറ പറ്റിയതായിട്ടുള്ള ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ഉപയോഗം മൂലം കറ പറ്റിയ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ CSSDയിലേക്ക് കൊടുത്തുവിടുന്നതിന് മുൻപ്, ക്ലീനിങ്ങിന് വേണ്ടി കൊടുത്തുവിടുന്നതിന് മുൻപ് തന്നെ അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ വെച്ച് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് ഡീകണ്ടാമിനേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ റിസീവിംഗ് ഏരിയയിലെ റിസീവിംഗ് ഏരിയയിലേക്ക് അത് കൊടുത്തുവിടാനായിട്ട് പാടുള്ളൂ. ഓക്കെ ആണോ റിസീവിംഗ് ഏരിയ? ഓക്കെ. നെക്സ്റ്റ് വരുന്ന ഏരിയ ആണ് ക്ലീനിങ് ഏരിയ. ക്ലീനിങ് ഏരിയ നമുക്കറിയാം അല്ലെ, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിലാണെങ്കിൽ നമ്മൾ ഒത്തിരി പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അടുക്കളയിൽ യൂസ് ചെയ്യുന്നവരാണ് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്? ഏത് ആരെങ്കിലും ഒരു ക്ലീൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും വേറെ എക്യുപ്മെന്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അല്ലെ, നമ്മൾ തന്നെയാണ് നമ്മുടെ ബൈ ഹാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ക്ലീനിങ് ഏരിയയില് നമുക്ക് മാനുവൽ ആയിട്ട് നമ്മുടെ ഹാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അല്ല എങ്കിൽ അവിടെ മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ക്ലീനിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ക്ലീനിങ് ഏരിയ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ മാനുവൽ ആയിട്ട് നമുക്ക് ക്ലീനിങ് ചെയ്യാം, നമ്മുടെ സ്വമേധയാ നമ്മുടെ ഹാൻഡ് കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. അത് ഓരോ എക്യുപ്മെന്റ്സിന്റെയും ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ ഘടന അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളനുസരിച്ച് വ്യത്യാസപ്പെടാം. ചിലത് മെഷീൻ ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും, ചിലത് എങ്ങനെയാ ഹാൻഡ് ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്താൽ വൃത്തിയാവുന്നതായിട്ടുള്ളതായിരിക്കും. അങ്ങനെയുള്ളത് അതിനനുസരിച്ച് ക്ലീനിങ് ചെയ്ത മെത്തേഡ് വേണം നമുക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇവിടെ മാനുവൽ ആയിട്ടുള്ള വാഷിംഗ് ആണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഡിറ്റർജന്റ് ലിക്വിഡ് കാര്യങ്ങളൊക്കെ വേണം അല്ലെ. അതുപോലെ മെഷീൻസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മെഷീൻ വേണം ക്ലീൻ ചെയ്യാനായിട്ട്. അതുള്ള കാര്യങ്ങളുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ക്ലീനിങ് ഏരിയയിൽ പഠിക്കാൻ പോകുന്നത്. Okay, here the instruments are cleaned either manually or by using machines. ഇവിടെ മാനുവൽ ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിലോ മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലീനിങ് ചെയ്യാവുന്നതാണ്. ഇനി മാനുവൽ ആയിട്ടുള്ള വാഷിംഗ് ആണെങ്കിൽ for manual washing with water supply, detergents and brushes of many sizes and shapes are needed in the area. ഇവിടെ മാനുവൽ ആയിട്ടുള്ള ഒരു വാഷിംഗ് അത് നടക്കുന്ന സമയത്ത് അതിന് എന്തൊക്കെ വേണം? നമുക്ക് അവിടെ വാട്ടർ സപ്ലൈ വേണം അല്ലെ. വെള്ളത്തിന്റെ അളവ് നമുക്ക് ധാരാളമായിട്ട് കഴുകണമെങ്കിൽ വെള്ളം വേണ്ടേ, അപ്പൊ വാട്ടർ സപ്ലൈ വേണം. അതുപോലെ ആവശ്യത്തിന് ഡിറ്റർജന്റുകളും ബ്രഷസ് ഓഫ് മെനി സൈസസ് ആൻഡ് ഷേപ്സ് ആർ നീഡഡ് ഇൻ ദ ഏരിയ അല്ലെ. പല ഷേപ്പിലുള്ള ടൂൾസും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ എന്താണ് മാനുവൽ എന്ന് പറയുന്നത് ബൈ ഹാൻഡിൽ സ്വമേധയാ ചെയ്യുന്നത്. ഇപ്പൊ ഒരാള് നിന്ന് ചെയ്യുന്ന ഒരാള് മാനുവല്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നത് അങ്ങനെയല്ലേ, മാനുവൽ ആയിട്ടാണ്. നമുക്ക് മെഷീനോ കാര്യങ്ങളുണ്ടോ? നമ്മൾ മനുഷ്യൻ തന്നെ നമ്മുടെ സ്വമേധയാ നമ്മുടെ ഹാൻഡ് കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. ഈ മെഷീൻസ് ആകുമ്പോൾ അവിടെ മെഷീൻ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, മെഷീൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി അല്ലെ. ഓക്കെ, ഇപ്പൊ ഇവിടെ ഡിറ്റർജന്റുകൾ മാനുവൽ ആയിട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡിറ്റർജന്റുകൾ വേണം, വാട്ടർ സപ്ലൈ ആവശ്യത്തിന് വേണം. അതുപോലെ തന്നെ പല ഷേപ്പിലും സൈസിലുമുള്ള ബ്രഷുകളും അവൈലബിൾ ആയിരിക്കണം. എന്തിനു വേണ്ടിയാ പല സൈസിലും ഷേപ്പിലും സൈസിലുള്ള ബ്രഷ്? കാരണം പല ടൈപ്പിലുള്ള എക്യുപ്മെന്റ്സ് ടൂൾസ് ഒക്കെയാണ് വരുന്നത് അല്ലെ. ഇപ്പൊ ചെറിയ ടൈപ്പ് ഉണ്ടാവും, വലിയ ടൈപ്പ് ഉണ്ടാവും. അപ്പൊ ഓരോ ഏരിയയിലേക്കും കൃത്യമായിട്ട് കടന്നു ചെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല ഷേപ്പിലും സൈസിലുമുള്ള ബ്രഷുകളും നമുക്ക് അവൈലബിൾ ആയിരിക്കണം. ഇനി നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടുക. Ultrasonic washer is a machine which is used for cleaning surgical tools. Ultrasonic washer ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ, അത് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഉപയോഗിക്കുന്ന അതായത് സർജിക്കൽ ടൂൾസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് അൾട്രാസോണിക് വാഷർ. അൾട്രാസോണിക് വാഷർ is a machine which is used for cleaning surgical tools. സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് അൾട്രാസോണിക് വാഷർ. ഇവിടെ മാനുവൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ഈ അൾട്രാസോണിക് മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് പറ്റും. It turns high frequency sound waves into mechanical vibration that makes small bubbles that burst on the internal surface of the tools and remove the waste particles. ഇവിടെ ഈ അൾട്രാസോണിക് വാഷർ എന്ന് പറയുന്ന ആ ഒരു മെഷീൻ ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു? ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സിനെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കി മാറ്റി അതിനുശേഷം എന്താ മെക്കാനിക്കൽ വൈബ്രേഷൻസ് വരുന്ന സമയത്ത് ആ ഒരു മെഷീൻ്റെ ഉള്ളില് ബബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. സ്മോൾ ബബിൾസ് ക്രിയേറ്റ് ചെയ്ത് ആ ബബിൾസ് എന്ത് ചെയ്യുന്നു? ഈ ഓരോ എക്യുപ്മെന്റ്സിന്റെയും ഉള്ളിൽ ചെന്ന് തട്ടി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ക്ലീൻ ചെയ്ത് എക്സ്ട്രാ വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. The internal surface of the tools and remove the waste particles. ഈ സ്മോൾ ബബിൾസ് അതിനുള്ളിൽ ചെന്ന് തട്ടി അതിനുശേഷം അത് ആ ഒരു ഒത്തിരി അറ്റൈം ഒരുപാട് ബബിൾസ് ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അങ്ങനെ കയറി ഇറങ്ങി അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് റിമൂവ് ചെയ്ത് മാറ്റുന്ന ആ ഒരു പ്രക്രിയയാണ് അൾട്രാസോണിക് വാഷറിൽ നടക്കുന്നത്. ഇനി ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ്, ഈ ടൂൾസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതെന്താ ചെയ്യുന്നത്? ഡ്രൈഡ് ഇൻ ദ ഓവൻ ഡ്രയർ. ഓവൻ ഡ്രയറിൽ വെച്ച് എന്ത് ചെയ്യുന്നത്? ഡ്രൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഉണക്കുന്നു. ആൻഡ് ട്രാൻസ്ഫർ ടു ദ പാക്കിംഗ് ഏരിയ. ശേഷം പാക്കിംഗ് ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു.
അപ്പൊ ക്ലീനിങ് ഏരിയയിൽ എന്തൊക്കെയാ പ്രധാനമായിട്ടും പറഞ്ഞത്? രണ്ട് രീതിയിൽ, രണ്ട് മെത്തേഡിലൂടെ നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ ചെയ്യാം. മാനുവൽ ആയിട്ട് അല്ലെങ്കിൽ ബൈ ഹാൻഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മെഷീൻസ് ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മെഷീനിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ്. അതിൽ മാനുവൽ വാഷിംഗിൽ വരുമ്പോ വാട്ടർ സപ്ലൈ ആവശ്യമായിട്ട് വരുന്നുണ്ട്, ഡിറ്റർജന്റുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്, പല സൈസിലും പല ഷേപ്പിലുമുള്ള ബ്രഷുകളും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി അൾട്രാസോണിക് വാഷർ എന്ന് പറയുന്നത് നമ്മുടെ സർജിക്കൽ ടൂൾസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് അൾട്രാസോണിക് വാഷർ. അതൊരു ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആയി കൺവേർട്ട് ചെയ്ത് ആ വൈബ്രേഷൻസിലൂടെ സ്മോൾ ബബിൾസ് ആ ഒരു വാട്ടറിൽ ഉണ്ടാവുകയും ആ ഒരു മെഷീനകത്ത് ഉണ്ടാവുകയും അതെന്ത് ചെയ്യുന്നു, ഈ ഓരോ ടൂൾസിന്റെയും ഉള്ളിലുള്ള സർഫസിൽ ചെന്ന് ബേസ്റ്റ് ചെയ്തെങ്കിൽ അത് തട്ടി എന്ത് ചെയ്യുന്നു, അത് പുറത്തേക്ക് ആ ഉള്ളിലുള്ള വേസ്റ്റിനെയൊക്കെ പുറത്തേക്ക് ഇന്റേണൽ ആയിട്ടുള്ള സർഫസിലേക്ക് കൊണ്ടുവരാനായിട്ട്, ഇന്റേണൽ സർഫസിൽ നിന്ന് പുറത്തുള്ള സർഫസിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ആ വേസ്റ്റ് മുഴുവൻ അതിനുള്ളിലുള്ള ഭാഗത്തു നിന്നും റിമൂവ് ചെയ്ത് കളയാനായിട്ട് നമുക്ക് ഈ ഒരു അൾട്രാസോണിക് വാഷർ വഴി സഹായിക്കുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ള ടൂൾസ് ബൈ ഹാൻഡ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെഷീൻസ് യൂസ് ഒക്കെ ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുള്ള ഓരോ ഐറ്റംസും എന്ത് ചെയ്യുന്നു, അത് ഓവൻ ഡ്രയറിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്യുന്നു. അതിനുശേഷം അത് പാക്കിംഗ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ ആണോ? ക്ലീനിങ് ഏരിയ, ക്ലീനിങ് ഏരിയ ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് പാക്കിംഗ് ഏരിയ. അപ്പൊ നമ്മൾ ഈ രണ്ട് ഏരിയ ആണ് പഠിച്ചത്. ഏതൊക്കെയാ പഠിച്ചേ? റിസീവിംഗ് ഏരിയ പഠിച്ചു. ലാസ്റ്റ് പോയിന്റ് ഏതാ പറഞ്ഞേ നവ്യ? അതിന്റെ ലാസ്റ്റ് പോയിന്റോ? ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ് ചെയ്തു. ഈ ടൂൾസ് ഒക്കെ നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തല്ലോ. അങ്ങനെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു, ഉണക്കുന്നു. എന്തിൽ വെച്ചാ ഉണക്കുന്നേ? ഓവൻ ഡ്രയറിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്യാണ്, അത് ഉണക്കാണ്. അതിനുശേഷം അത് പാക്കിംഗ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആയോ നവ്യ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ രണ്ട് ഏരിയ പഠിച്ചു, റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ. അതിനുശേഷം ഇനി നെക്സ്റ്റ് ഏരിയ ആണ് എന്താണ്? പാക്കിംഗ് ഏരിയ അല്ലെ? പാക്കിംഗ് ഏരിയയിലേക്കാണ് അടുത്തതായിട്ട് അത് പോകുന്നത്. അപ്പൊ പാക്കിംഗ് ഏരിയയിൽ എന്താണ് ചെയ്യുന്നത്? പാക്കിംഗ് ഏരിയ പേരിൽ നിന്ന് നമുക്കറിയാം, പാക്ക് ചെയ്യാണ് ചെയ്യുക അല്ലെ? അപ്പൊ cleaned and dried instruments are packed before sterilization. അപ്പൊ ക്ലീൻ ചെയ്ത് നമ്മൾ ഓൾറെഡി രണ്ടാമത്തെ ഏരിയയിൽ നമ്മൾ പറഞ്ഞു, അത് ക്ലീൻ ചെയ്തു, ഡ്രൈ ചെയ്തു അല്ലെ? ഓവൻ ഡ്രയറിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ഡ്രൈ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഉണക്കിയെടുത്തു. അതിനുശേഷം അത് പാക്കിംഗ് ഏരിയയിലേക്ക് എത്തുമ്പോ ഇങ്ങനെ ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ആയിട്ടുള്ള ഓരോ ഇൻസ്ട്രുമെന്റ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെറിലൈസേഷന് മുമ്പ് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. സോ ദാറ്റ് they are not tainted while handling after they are sterilized. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുൻപ് പാക്ക് ചെയ്യുന്നത്? കാരണം സ്റ്റെറിലൈസേഷൻ ചെയ്ത് നമ്മൾ അത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്, കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിനെന്താവാൻ സാധ്യതയുണ്ട്? അത് കണ്ടാമിനേറ്റഡ് ആവാൻ അല്ലെങ്കിൽ മലിനമാവാനായിട്ടുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നു, സ്റ്റെറിലൈസേഷന് മുൻപ് നമ്മളത് പാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ തൊട്ടാലും നമ്മൾ എന്ത് ചെയ്യില്ല, ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ലല്ലോ, പാക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ. അതേസമയം പാക്ക് ചെയ്യാതെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് നമ്മൾ പാക്ക് ചെയ്യാൻ എടുത്താൽ അത് പിന്നെയും നമ്മുടെ ഹാൻഡ് ഉപയോഗിച്ച് ടച്ച് ചെയ്യുമ്പോൾ അത് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാനും ഇങ്ങനെയുള്ള കണ്ടാമിനേഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യുന്നത്, പാക്ക് ചെയ്യുന്നത്. So most of the items are packed in trays which are covered with a double layer of cotton cloth. Paper envelopes are also available. ഇനി മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ സ്റ്റെറിലൈസേഷൻ ചേമ്പറിൽ ട്രേകളിലാക്കിയാണ് വെക്കുന്നത്.
അപ്പൊ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ട്രേയിലാക്കി ഇങ്ങനെയുള്ള ഓരോന്നും പാക്ക് ചെയ്ത് വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് ട്രേകളിലാക്കിയാണ് എന്ത് ചെയ്യുന്നത്, അസംബിൾ ചെയ്ത് വെക്കുന്നത്. ഇനി ട്രേകളിലാക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്തുകൾ ഉപയോഗിച്ചിട്ട് പാക്ക് ചെയ്യും, കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേപ്പർ എൻവലപ്പ് അല്ലെങ്കിൽ പേപ്പർ കവറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത്. ഇനി അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചു ട്രേകളിൽ അസംബിൾ ചെയ്യുന്നു എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ ഒരു എഫക്റ്റീവ് ബട്ട് കോസ്റ്റ്ലി പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞത് നമ്മള് എന്താണ് ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്തും പേപ്പർ കവറുകളും ഉപയോഗിച്ചിട്ട് പാക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഇനി ചില ഐറ്റംസ്, അതായത് ETO സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി പഠിക്കാനുണ്ട് ഇനി നെക്സ്റ്റ് ഭാഗത്ത് എഥിലീൻ ഓക്സൈഡ് മെഷീൻ, അതായത് കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണിത്. അത് ചെയ്യുന്ന സമയത്ത് ഒരു കോസ്റ്റ്ലി, എഫക്റ്റീവ് ആണെങ്കിൽ പോലും കുറച്ച് കോസ്റ്റ്ലി അല്ലെങ്കിൽ ചെലവ് കൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ നമ്മൾ ETO സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് അത് പാക്ക് ചെയ്യുന്നത്. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പാക്കിങ്ങിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിച്ചും ഈ ETO സ്റ്റെറിലൈസേഷന് വേണ്ടി ഐറ്റംസ് പാക്ക് ചെയ്യാറുണ്ട്. അതിനുശേഷം അവിടെ സീലിംഗ് മെഷീൻസ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് സീൽ ചെയ്തതിനു ശേഷം ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫേർഡ് ഫോർ സ്റ്റെറിലൈസേഷനിലേക്ക് കൊടുക്കുന്നു. അപ്പൊ പാക്കിംഗ് ഏരിയയിൽ എന്തൊക്കെയാ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത്, ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യുന്നു, ബിഫോർ സ്റ്റെറിലൈസേഷന് മുൻപേ പാക്ക് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് നമ്മൾ ഹാൻഡിൽ ചെയ്താല് കണ്ടാമിനേഷൻ ആവുന്നത് കൊണ്ടാണ് അതിന് മുൻപ് നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്തിട്ട് സ്റ്റെറിലൈസേഷനിലേക്ക് വിടുന്നത്. ഇനി ഇവിടെ മോസ്റ്റ് ഓഫ് ദം എല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നത് ട്രേകളിലാക്കിയാണ് അത് അസംബിൾ ചെയ്ത് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്തുകൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പേപ്പർ എൻവലപ്പ് അല്ലെങ്കിൽ പേപ്പർ കവറുകൾ ഉപയോഗിച്ചിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, പാക്ക് ചെയ്യാറുണ്ട്. ഇനി ചില കേസുകളിൽ ETO സ്റ്റെറിലൈസേഷൻ, എഥിലീൻ ഓക്സൈഡ്, എഥിലീൻ എന്താണ് ഓക്സൈഡ് മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീൻ, ETO സ്റ്റെറിലൈസേഷൻ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽ ഇവിടെ പറയാത്തത്. കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ വരുന്നതാണ്. ആ ഒരു മെഷീനിലൊക്കെ നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന സമയത്ത് അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആൻഡ് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് പാക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാക്ക് ചെയ്യുന്ന സമയത്ത് അത് സീൽ ചെയ്യുന്നുണ്ട്. പാക്കിങ്ങും സീലിങ്ങും ഒക്കെ കഴിഞ്ഞ് ആ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം എന്ത് ചെയ്യുന്നു, സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ ആണോ പാക്കിംഗ് ഏരിയ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. ഫോർത്ത് ഏരിയ ആണ് സ്റ്റെറിലൈസേഷൻ ഏരിയ. ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഭാഗം, ചോദിക്കാറുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വരാറുള്ളത് കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സ്റ്റെറിലൈസേഷൻ ഏരിയ. സ്റ്റെറിലൈസേഷൻ ഈസ് ഡൺ ബൈ either of the two methods in CSSD. സ്റ്റെറിലൈസേഷൻ രണ്ട് മെത്തേഡിലാണ് CSSD ചെയ്യുന്നത്. ആ രണ്ട് മെത്തേഡിലും ഫസ്റ്റ് വൺ ആണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ, സെക്കൻഡ് വൺ ആണ് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. സ്റ്റീം സ്റ്റെറിലൈസേഷനിൽ സ്റ്റീം യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നു. നമ്മുടെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ വരുമ്പോൾ കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ വിചാരിക്കും രണ്ട് മെത്തേഡല്ലേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ 3 ഓപ്ഷൻസ് ആയിട്ട് 3 തന്നിട്ടുണ്ട് അല്ലെ. അതിൽ നിങ്ങളൊരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. കാരണം ലാസ്റ്റത്തെ ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് വൺ, അതായത് ഓട്ടോക്ലേവിന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് തന്നെയാണ്. ഇവിടെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ തന്നെയാണ് ചെയ്യുന്നത്. രണ്ട് മെത്തേഡ് നമുക്ക് പഠിക്കാനുള്ള ആ രണ്ട് മെത്തേഡില് ഓട്ടോക്ലേവ് അല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷന്റെ ഉള്ളിൽ വരുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. പക്ഷെ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നു എന്ന് മാത്രം കേട്ടോ. രണ്ട് മെത്തേഡുകളാണ് CSSD-യില് നമുക്ക് സ്റ്റെറിലൈസേഷൻ ഏരിയയുമായി ബന്ധപ്പെട്ടുള്ളത്. ഫസ്റ്റ് വൺ മെത്തേഡ് ആണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ, സെക്കൻഡ് വൺ ആണ് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. അതിൽ ഫസ്റ്റ് A നോക്കിയ ഓട്ടോക്ലേവ്സ്, സ്റ്റീം സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? ഓട്ടോക്ലേവ്സ് ആണ്. Sterilization under pressure is the most affordable method of sterilization. അപ്പോൾ സ്റ്റീം അണ്ടർ പ്രഷർ, പ്രഷറിന്റെ കീഴിൽ നല്ല രീതിയിലുള്ള നീരാവി സ്റ്റീം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ളത്. ഹോസ്പിറ്റലുകാർക്ക് അംഗീകരിക്കാനും അവർക്ക് വലിയ അഫോർഡബിൾ ആയിട്ട് അവർക്ക് ചെയ്യാൻ അധികം കോസ്റ്റ്ലി ഒന്നും അല്ലാതെ അധികം തുക ചിലവഴിക്കാതെ തന്നെ അവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ചെയ്യാം
ചെയ്യാൻ പറ്റുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ് ഓട്ടോക്ലേവ് ഉപയോഗിച്ച് ചെയ്യുന്ന സ്റ്റീം സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. ചോദിക്കാറുണ്ട് ഏതാണ് ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ, അവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള, ഹോസ്പിറ്റലിൽ ഒത്തിരി പൈസ ഇതിനു വേണ്ടി മുടക്കാനല്ല, കോസ്റ്റ്ലി അല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഓട്ടോക്ലേവ് അല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓട്ടോക്ലേവ് പ്രൊഡ്യൂസസ് സ്റ്റീം at a temperature of 121 degree centigrade under 15 pounds of pressure. ഈ ഓട്ടോക്ലേവിൽ അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ്? സ്റ്റീം അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 121 degree centigrade. 121 degree centigrade ടെമ്പറേച്ചറിൽ 15 pounds of pressure. അവിടുത്തെ പ്രഷർ എത്രയായിരിക്കും? 15 pounds of pressure. പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ പ്രഷറിന്റെ ഒരു യൂണിറ്റ് ആണ് കേട്ടോ. അപ്പൊ അത്രയും പ്രഷറിൽ 121 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് അവിടെ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓട്ടോക്ലേവ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന സമയത്ത്. ഇൻ ദിസ് പ്രോസസ് 20 minutes is needed to sterilize. ആ ഒരു സമയം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. എത്ര സമയമാണ് ഇവിടുത്തെ സ്റ്റെറിലൈസേഷന് വേണ്ടി എടുക്കുന്നത്? 20 minutes ആണ് ഈ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്. അറ്റ് എ ടൈം ഈ ഓട്ടോക്ലേവില് നമ്മൾ ഒരു ഐറ്റം സ്റ്റെറിലൈസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ 20 minutes കൊണ്ട് എന്ത് ചെയ്യും? സ്റ്റെറിലൈസേഷൻ സൈക്കിൾ കംപ്ലീറ്റ് ആവും. അപ്പൊ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ വരുന്നതാണ്. അപ്പൊ ഓട്ടോക്ലേവ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റീം സ്റ്റെറിലൈസേഷൻ നടത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ്. അതുപോലെ ഓട്ടോക്ലേവില് എന്താണ് അവിടുത്തെ ടെമ്പറേച്ചർ, സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 121 degree centigrade ആണ്. അണ്ടർ 15 pounds ഓഫ് പ്രഷർ. പ്രഷർ എത്രയായിരിക്കും? പ്രഷറിന്റെ യൂണിറ്റ് എത്രയാ? 15 pounds ഓഫ് പ്രഷർ. അത്രയും പ്രഷറിൽ 121 degree centigradeലുള്ള ടെമ്പറേച്ചർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളവിടെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. ഇനി അതിനുശേഷം ഇൻ ദിസ് പ്രോസസ് 20 minutes ആണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓട്ടോക്ലേവിന് അങ്ങനെ മലയാളം ഓട്ടോക്ലേവിന് തന്നെയാണ് പറയാറ് കേട്ടോ. ആ ഒരു മെഷീന്റെ പേരാണ് അത് ഓട്ടോക്ലേവ്സ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ 20 minutes ആണ് ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചിലവഴിക്കുന്ന ആ ഒരു സൈക്കിള് 20 minutes കൊണ്ട് ഓട്ടോക്ലേവില് നമ്മൾ സ്റ്റീം സ്റ്റെറിലൈസേഷൻ നടക്കുന്ന സമയത്ത് കിട്ടും. കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് ആ ഒരു ഐറ്റം കിട്ടുന്നതായിരിക്കും. ഓക്കെ ആണോ? ഓട്ടോക്ലേവും സ്റ്റീം സ്റ്റെറിലൈസേഷൻ പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗമാണ് എഥിലീൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ ETO, എഥിലീൻ ഓക്സൈഡ് മെഷീൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കണം. ചോദിക്കാറുണ്ട് ETOന്റെ എക്സ്പാൻഡ് ഫോം ഓഫ് ETO ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനിൽ വരുന്ന ഒരു മെഷീൻ ഏതാണ് എന്നുള്ളതും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എഥിലീൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ ETO എന്ന് പറയുന്നത് അവിടെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് നടത്തുന്നത്. കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ. ഇനി ദിസ് മെത്തേഡ് ഈസ് primarily used for heat responsive and moisture responsive materials like cardiac catheters, plastic items and endoscopes. ഇവിടെ ഈ ഒരു എഥിലീൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ ETO എന്ന് പറയുന്ന ആ ഒരു മെഷീന്റെ പ്രധാനമായിട്ടും വേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? നമ്മുടെ കാർഡിയാക് കത്തീറ്ററുകൾ അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഐറ്റംസ് അല്ലെങ്കിൽ എൻഡോസ്കോപ്പുകൾ പോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടന്റ് അടങ്ങിയവയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എന്താണ്? ഹീറ്റ് റെസ്പോൺസീവ് ആൻഡ് മോയ്സ്ചർ റെസ്പോൺസീവ് മെറ്റീരിയൽസ് അല്ലെ. നമ്മുടെ വീടുകൾ നമുക്ക് പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിലും നമുക്ക് ചൂട് പറ്റിയ പ്ലാസ്റ്റിക് എന്താ പറ്റുക? ചൂട് കൊണ്ട് കഴിഞ്ഞാല് പ്ലാസ്റ്റിക്കിന് എന്തെങ്കിലും പറ്റുമോ? എന്താണ്? മെൽറ്റ് ആവും അല്ലെങ്കിൽ ഉരുകി പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് അത് നമ്മൾ സ്റ്റീമിൽ വെക്കാത്തത്. സ്റ്റീം എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ നീരാവി അല്ലെങ്കിൽ വളരെ ഹീറ്റ് അല്ലേ, അത് ചൂടല്ലേ. അപ്പൊ അതിലേക്ക് നമ്മൾ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് വെച്ച് കഴിഞ്ഞാൽ അത് ഉരുകിപ്പോകും അല്ലെ. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ്, പ്ലാസ്റ്റിക് ഐറ്റംസ് ആയിട്ടുള്ള കാർഡിയാക് കത്തീറ്ററുകള്, പ്ലാസ്റ്റിക് ഐറ്റംസ് പോലുള്ള എൻഡോസ്കോപ്പ് പോലുള്ളവ. നിങ്ങൾ അതിൽ എൻഡോസ്കോപ്പ് തന്നെയാണോ കൊടുത്തിരിക്കുന്ന നോട്ടില്? കറക്റ്റ് ആയിട്ടാണോ കൊടുത്തിരിക്കുന്നത്? ഒന്ന് ചെക്ക് ചെയ്തേണോ കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് എൻഡോസ്കോപ്പ് അല്ലെങ്കിൽ അതൊന്ന് കറക്റ്റ് ആക്കുക. എൻഡോസ്കോപ്പ് എന്നാണ് കേട്ടോ, എൻഡോസ്കോപ്പ് എന്നാണ്.
ഓക്കെ, അപ്പൊ എൻഡോസ്കോപ്പ് അതുപോലെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് പോലെ ഇപ്പൊ കാർഡിയക് കത്തീറ്ററൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം പറഞ്ഞാണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ട്യൂബുകളാന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഓട്ടോക്ലേവിൽ വെച്ചിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം നമ്മൾ എന്തിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പോവുകയാണ്, എഥിലിൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ ഇറ്റിയോ മെഷീനിൽ കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു. And it is a costly machine and use poisonous gas, due to which it is necessary to make sure that these items are to be free of gas molecules before using them on a patient. അപ്പോ ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ഉള്ള മെഷീൻ, കുറച്ച് ചിലവ് കൂടിയൊരു മെഷീനാണ്. അതുപോലെ തന്നെ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ആ ഒരു സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറയുന്നത് കെമിക്കൽ ഗ്യാസ് ആണ് അല്ലെ. അപ്പൊ അവിടെ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞാൽ, ഈ ഒരു മെഷീനിലൂടെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞാൽ ഏതൊരു എക്യുപ്മെന്റും ഒരു പേഷ്യന്റിന് യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് അതില് ഗ്യാസ് മോളിക്യൂൾ, പോയിസണസ് ഗ്യാസ് മോളിക്യൂൾസിന് യാതൊരു അംശവും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ പേഷ്യന്റിന് ശേഷം വേണം ആ പേഷ്യന്റിന് എന്ത് ചെയ്യാനായിട്ട്, ഉപയോഗിക്കാനായിട്ട്. Then the entire cycle may take up to 8 to 12 hours. ഈ ഒരു എഥിലിൻ ഓക്സൈഡ് മെഷീൻ, ആ ഒരു മെഷീനിൽ നമ്മൾ ഒരു ഐറ്റം സ്റ്റെറിലൈസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിയുള്ളൂ? 8 മുതൽ 12 മണിക്കൂർ വരെ സമയം എടുത്തേക്കാം. എന്നാൽ നമ്മൾ ഓട്ടോക്ലേവിൽ ചെയ്യുമ്പോൾ എത്ര സമയം നമ്മൾ പറഞ്ഞേ, എത്ര സമയം വേണം ഓട്ടോക്ലേവ് ആകുമ്പോ? വെരി ഗുഡ്, 20 മിനിറ്റ്സ് അല്ലെ, 20 മിനിറ്റ്സ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അതേസമയം എഥിലിൻ ഓക്സൈഡ് മെഷീനിൽ ഉപയോഗിക്കുമ്പോൾ അവിടെ 8 മുതൽ 12 മണിക്കൂർ വരെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്, ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് കൂടി അല്ല. അപ്പൊ നമുക്ക് ഓട്ടോക്ലേവ് ആകുമ്പോൾ ഒരു 20 മിനിറ്റിനുള്ളിൽ ഓരോ സ്റ്റെറിലൈസേഷൻ സൈക്കിളും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ അറ്റേറ്റ് നമുക്ക് ഒത്തിരി പ്രാവശ്യം നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാം ഒരു ദിവസം അല്ലെ. അതേസമയം ഈ ഒരു എഥിലിൻ ഓക്സൈഡിലാകുമ്പോൾ 8 മുതൽ 12 മണിക്കൂർ വരെ നമുക്ക് ഒരു സ്റ്റെറിലൈസേഷന് വേണ്ടി എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി ഐറ്റംസ് നമുക്ക് ഈ ഒരു ഇതിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റെറിലൈസ് ചെയ്തെടുക്കാനായിട്ട് പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ എപ്പോഴും ഈ എഥിലിൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ ഇറ്റിഒ എന്ന് പറയുന്ന സ്റ്റെറിലൈസേഷൻ കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെറിലൈസേഷൻ ആണ്. ഇവിടെ അത് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്, കാർഡിയാക് കത്തീറ്റർ പോലെയുള്ള എൻഡോസ്കോപ്പ് പോലെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസിനൊക്കെ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഹീറ്റ് റെസ്പോൺസീവ് ആൻഡ് മോയ്സ്ചർ റെസ്പോൺസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയതുകൊണ്ട് തന്നെ ചൂട് കിട്ടുമ്പോൾ അത് ഉരുകിപ്പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ മെത്തേഡിൽ അത് സ്റ്റെറിലൈസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ആ മെഷീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ആണ്, അല്ലെങ്കിൽ ചിലവ് കൂടിയ മെഷീനാണ്. അതുപോലെ തന്നെ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസുകളാണ് ഇവിടെ സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു പേഷ്യന്റിനെ ആ സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പോയിസൺസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഈ ഒരു സൈക്കിള് 8 മുതൽ 12 മണിക്കൂർ വരെ എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നതായിട്ട് വരാറുണ്ട്. ഓക്കെ ആണോ? എഥിലിൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനിൽ വരുന്ന ഐറ്റംസ് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. ഈ ഫ്ലാഷ് സ്റ്റെറിലൈസർ നമ്മൾ ഓട്ടോക്ലേവ് പഠിച്ചില്ലേ, അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് തന്നെയാണ് ഈ ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് ഓട്ടോക്ലേവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ ആ ഒരു പ്രഷർ കുക്കറിനെ പോലത്തെ ഒരു ഷേപ്പിലുള്ളത് സിമ്പിൾ ഓട്ടോക്ലേവ്, ഓട്ടോമീറ്റർ ആയിട്ടുള്ള ഓട്ടോക്ലേവ് കൊടുത്തിട്ടുണ്ട്, ഫ്ലാഷ് ഓട്ടോക്ലേവും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഫ്ലാഷ് സ്റ്റെറിലൈസർ പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത് ഏത് മെത്തേഡ് തന്നെ ഇവിടെ വരുന്നത്, സ്റ്റീം സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റീം മെത്തേഡ് തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഓട്ടോക്ലേവിൻ തന്നെയാണ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് ആണെന്ന് മാത്രം. Okay, this machine is largely used in OT for emergency purposes. എവിടെയാണ് OT? OT എവിടെയാ? OT എവിടെയാണോ? എന്താണ് OT എന്ന് പറയുന്നത്? എന്താ OT? ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ, ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ ഇവിടെ ഫ്ലാഷ് സ്റ്റെറിലൈസർ ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസ് വരുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു പ്രധാന മെഷീനാണ്
ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. അപ്പൊ അത് ചോദിക്കാറുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? ഫ്ലാഷ് സ്റ്റെറിലൈസർ ആണ്. ദിസ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് ആണ്. ദാറ്റ് ഹാസ് എ വെരി ഷോർട്ട് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. ഇവിടെ വളരെ ചെറിയ ഒരു സ്റ്റെറിലൈസേഷൻ സൈക്കിൾ മാത്രം മതി, ഓഫ് അബൌട്ട് 3 to 4 minutes, owing to its ability to raise the temperature to 132 degrees centigrade. ഇവിടെ ഫ്ലാഷ് സ്റ്റെറിലൈസറിന്റെ ഇവിടെ അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് ആണ്. ഇവിടെ ആ ഓട്ടോക്ലേവ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയം മാത്രം മതി. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഷോർട്ട് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ ആണ് ഇതിനുള്ളത്. 3 to 4 minutes-നുള്ളിൽ ഇവിടെ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവും. അതുകൊണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെഷീന് അതിന്റെ ടെമ്പറേച്ചർ 132 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർത്താനുള്ള എബിലിറ്റി കഴിവുള്ളത് കൊണ്ട് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വേഗം എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസേഷൻ നടക്കുന്നു. അതുകൊണ്ട് അതിനൊരു ഷോർട്ട് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ മതിയാവും ഇതിന്. 3 to 4 minutes-നുള്ളിൽ ഇവിടെ സ്റ്റെറിലൈസേഷൻ നടക്കും. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ നമുക്ക് അറിയാം അല്ലെ, പെട്ടെന്നായിരിക്കും ഇതിന്റെയൊക്കെ ഉപയോഗങ്ങൾ ആവശ്യമായിട്ട് വരുന്നത്. ചിലപ്പോ ഒരു ഐറ്റം തന്നെ ഉപയോഗിച്ച് തന്നെ ചിലപ്പോൾ വീണ്ടും ഉപയോഗിക്കാനായിട്ട് ആവശ്യമായിട്ട് വന്നേക്കും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് CSSD ഡിപ്പാർട്ട്മെന്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കോൺടാക്ട് ചെയ്ത് അത് വരുത്താനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു എമർജൻസി പർപ്പസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഫാസ്റ്റ് സ്റ്റെറിലൈസർ പോലുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓട്ടോക്ലേവ് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ സജ്ജമാക്കിയിട്ടുള്ളത്. അപ്പൊ അവിടെ സമയം എന്ന് പറയുന്നത് വളരെ ഷോർട്ട് സമയം മതി. 3 to 4 minutes-നുള്ളിൽ തന്നെ ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ കിട്ടിയിരിക്കും. ഓക്കെ ആണോ ഫ്ലാഷ് സ്റ്റെറിലൈസർ? ഓക്കെ. ആ ഒരു 3 ഭാഗവും ആ 3 ഒന്ന് വേഗം വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് ക്ലിയർ ചെയ്ത് പോവാട്ടാ. ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോയിക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ഭാഗമാണ് സ്റ്റോറേജ് ഏരിയ. ഫിഫ്ത് ഭാഗം, ഫിഫ്ത് ഏരിയ. നമുക്ക് 6 ഫങ്ഷണൽ ഏരിയസ് അല്ലേ പഠിക്കേണ്ടത്. 5th one ആണ് സ്റ്റോറേജ് ഏരിയ. സ്റ്റോറേജ് ഏരിയയിൽ എന്താ ചെയ്യുന്നത്? ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ the items are provisionally stocked in a cleaned rack from where they are issued to the user department. ഇവിടെ സ്റ്റോറേജ് ഏരിയയില് സ്റ്റെറിലൈസേഷൻ ചെയ്തതിന് ശേഷം അല്ലെ, അവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്തതിന് ശേഷമാണല്ലോ സ്റ്റോറേജ് ഏരിയയിലേക്ക് വരുന്നത്. ഐറ്റംസ് ആർ പ്രൊവിഷണലി സ്റ്റോക്ക്ഡ് ഇൻ എ ക്ലീൻഡ് റാക്ക്. വളരെ ക്ലീൻ, പ്രൊവിഷണലി എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പററി, താൽക്കാലികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീൻഡ് ആയിട്ടുള്ള റാക്കുകളിൽ അത് സൂക്ഷിക്കുന്നുണ്ട്. From where they are issued to the user department. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? അതാത് യൂസർ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അത് എന്ത് ചെയ്യുക? ഇഷ്യൂ ചെയ്യുക, വിതരണം ചെയ്യുന്നത്. അപ്പോ സ്റ്റെറിലൈസേഷന് ശേഷം ഈ വരുന്ന സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും താൽക്കാലികമായിട്ട് അവിടെ ക്ലീൻഡ് ആയിട്ടുള്ള റാക്കുകളിൽ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്ലീൻഡ് ആയിട്ടുള്ള റാക്കുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്തിനു വേണ്ടിയാ? അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഏതൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് അത് ആ നമ്പർ സെലക്ട് ചെയ്തതിനനുസരിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്തൊക്കെ ഓൾറെഡി എല്ലാം എഴുതി വെക്കുന്നുണ്ടല്ലോ, അതിനനുസരിച്ച് അതാത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഏതൊക്കെയാണോ വന്നിരിക്കുന്നത് അത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറയുന്നത് നെക്സ്റ്റ് വൺ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ഫസ്റ്റ് ഔട്ട് the FIFO is the principle to follow in the replacement of sterile in keeping demand of the department. ഈ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? FIFO പ്രിൻസിപ്പിൾ ഏതെങ്കിലും ഇതിൽ പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ? ഏത് ചാപ്റ്ററിലാണ്
ഫാർമസിയിൽ. ഓക്കെ, എന്താണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? എന്താണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിള്? മെഡിസിന്റെ ആണോ പഠിച്ചിരിക്കുന്നത്? ഓക്കെ, മെഡിസിന്റെ ആണെങ്കിലും അത് ആ ഫാർമസിയുമായി ബന്ധപ്പെട്ട് ആദ്യം വന്നത് അവിടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് എന്നാണോ പഠിച്ചത്? അതെ, ആദ്യമുള്ളത്. അപ്പൊ ഇവിടെ വരുമ്പോ CSSDയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അതൊന്ന് ചിന്തിച്ചു നോക്കിയേ. എങ്ങനെയായിരിക്കും? CSSDയിൽ നമ്മൾ എന്താണ് വരുന്ന ഓരോ എക്യുപ്മെന്റ്സും വരുന്നുണ്ട് അല്ലെ? അപ്പൊ ആ എക്യുപ്മെന്റ്സ് വരുന്നതിനനുസരിച്ച് എങ്ങനെയായിരിക്കണം? ഓരോ എക്യുപ്മെന്റ്സും വരുന്നതിനനുസരിച്ച് അതിന് ഫസ്റ്റ് അല്ലെ, ഫസ്റ്റ് വരുന്ന ഓരോ എക്യുപ്മെന്റ്സും അതിനിപ്പോ അതേ ഓർഡറിൽ തന്നെ ഫസ്റ്റ് ക്ലീൻ ചെയ്യണം. അതിനുശേഷം ആ പ്രോസസ്സിലൂടെ ഒക്കെ ആദ്യം കടന്നു പോകേണ്ടത് ആദ്യം വരുന്ന യൂസ്ഡ് ഐറ്റംസ് തന്നെ ആയിരിക്കണം അല്ലെ? അതിനുശേഷം ആദ്യം ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് പോവേണ്ടതും ഏത് ഐറ്റം തന്നെയായിരിക്കണം? ആദ്യം ക്ലീൻ ചെയ്യാനും ഈ സ്റ്റെറിലൈസ് ചെയ്യാനും വന്ന ഐറ്റം തന്നെയായിരിക്കണം ഈ പ്രോസസ്സിലൂടെ കടന്ന് ആദ്യം പുറത്തേക്ക് പോവേണ്ടത്. അതാണ് ഫസ്റ്റ് ഔട്ട് FIFO പ്രിൻസിപ്പിൾ നമ്മുടെ CSSDയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ ആണോ? അപ്പൊ അവിടെ നമ്മുടെ സ്റ്റെറിലൈസേഷനില് സ്റ്റോറേജ് ഏരിയയിൽ എന്തൊക്കെയാ 2 പോയിന്റ്സ് ആണ് ആദ്യം പറഞ്ഞത്. സ്റ്റോറേജ് ഏരിയയിൽ എന്താണ് സ്റ്റെറിലൈസേഷന് ശേഷം ഈ ഓരോ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യുന്നു? താൽക്കാലികമായി ടെമ്പററിലി എന്ത് ചെയ്യുന്നു? അവിടെ ക്ലീൻഡ് ആക്കിയിട്ടുള്ള റാക്കുകളിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം അവിടുത്തെ റെക്കോർഡും കാര്യങ്ങളും അനുസരിച്ച് അതാത് യൂസർ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി വിതരണം ചെയ്യാനായിട്ട് കൈമാറുന്നു. ഇനി അവിടെ ഉപയോഗിക്കുന്ന ഒരു ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ FIFO പ്രിൻസിപ്പിൾ ആണ്. അവിടെ എന്താണ്? ആദ്യം CSSDയിലേക്ക് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണോ അതായിരിക്കണം ആ പ്രോസസ്സിലൂടെ കടന്നുപോയി ആദ്യം അവിടെ നിന്ന് പുറത്തേക്ക് പോവേണ്ടത് അല്ലെ? അതാണ് ആ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഏരിയയാണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഡിസ്ട്രിബ്യൂഷൻ ഏരിയ നിങ്ങൾ ഇനി ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്താ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയില്? എന്തായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഏരിയ? എന്താണ്? വിതരണം ചെയ്യുക അല്ലെ? വിതരണം ചെയ്യുന്നു. അപ്പൊ എങ്ങോട്ടായിരിക്കും വിതരണം ചെയ്യുക? അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അല്ലെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാണ്. അപ്പൊ ഇവിടെയും എന്താണ്? നമുക്ക് ആ ഒരു റിസീവിംഗ് ഏരിയ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് അവിടെ ഒരു വിൻഡോ ആൻഡ് കൗണ്ടർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലും ഒരു വിൻഡോ വിത്ത് എ കൗണ്ടർ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഇറ്റ് ഷുഡ് ബി അവേ ഫ്രം ദ അക്സെപ്റ്റിംഗ് ഏരിയ ആൻഡ് മസ്റ്റ് ഹാവ് എ വിൻഡോ വിത്ത് എ കൗണ്ടർ. ഇവിടെ അക്സെപ്റ്റിംഗ് ഏരിയ ഏതാണ്? അക്സെപ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് ഏത് ഏരിയ ആണ്? അക്സെപ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് ഏത് ഏരിയയാണ്? റിസീവിംഗ് ഏരിയ അല്ലെ? റിസീവിംഗ് ഏരിയ ആണ്. അപ്പൊ ആ റിസീവിംഗ് ഏരിയയും ഈ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും തമ്മിൽ എവിടെയായിരിക്കും അല്ലെ? അകലത്തിലായിരിക്കും. അതുപോലെ ആ റിസീവിംഗ് ഏരിയയിലെ പോലെ തന്നെ ഒരു കൗണ്ടർ വിത്ത് വിൻഡോ ഇവിടെയും ഉണ്ടായിരിക്കും. പക്ഷെ ഇവ തമ്മിൽ അകലത്തിലായിരിക്കും. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും ഈ നമ്മുടെ റിസീവിംഗ് ഏരിയയും തമ്മിൽ അകലം കൊടുക്കാനായിട്ടുള്ള കാരണം എന്തായിരിക്കും? കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ അല്ലെ? കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ആ 2 ഏരിയയും തമ്മിൽ 2 സ്ഥലങ്ങളിലാക്കി പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ റിസീവിംഗ് ഏരിയയിലാണെങ്കിൽ അവിടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള യൂസ്ഡ് ഐറ്റംസ് ആണ് വരുന്നത്. എന്നാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയയിൽ വളരെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഐറ്റം ആണ് ചെയ്യുന്നത് അല്ലെ, കൊടുക്കുന്നത്. അപ്പൊ രണ്ടും തമ്മിൽ മിക്സ് ആവാതിരിക്കാൻ അല്ലെങ്കിൽ അവിടെ കണ്ടാമിനേഷൻസ് ഉണ്ടാവാതിരിക്കാനാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും റിസീവിംഗ് ഏരിയയും തമ്മിൽ എന്ത് ചെയ്യുന്നത്? അകലത്തിലാക്കി വെച്ചിരിക്കുന്നത്. രണ്ടും അടുത്തടുത്ത് വന്നാൽ എന്താ പറ്റുക? രണ്ടും തമ്മിൽ എന്ത് ചെയ്യും? കണക്ഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ റിസീവിംഗ് ഏരിയയിൽ ഓൾറെഡി വരുന്നത് യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലേ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലേ? അപ്പൊ അത് തമ്മില്, അതായത് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ എങ്ങനെയാണ്? നേരെ തിരിച്ചാണ്.
സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് വളരെ ക്ലീൻ ആയിട്ടിരിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ രണ്ട് ഏരിയയും തമ്മിൽ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, രണ്ട് ഏരിയയും രണ്ട് സ്ഥലങ്ങളിലായിട്ടായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി in modern hospitals there may be a different lift, that is dump elevators for shifting the sterile materials to user departments. അപ്പോ ഇവിടെ നമ്മുടെ മോഡേൺ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളില് there may be a different lift, അവിടെ ഒരു എലിവേറ്റേഴ്സ് അല്ലെങ്കിൽ ലിഫ്റ്റുകൾ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ലിഫ്റ്റ്, അതായത് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിഫ്റ്റ് അല്ല, അല്ലാതെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ഏരിയയുമായി ബന്ധപ്പെട്ട് ഒരു ഡിഫറെന്റ് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയാണ്? ഫോർ ഷിഫ്റ്റിംഗ് ദ സ്റ്റെറൈൽ മെറ്റീരിയൽസ് ടു യൂസർ ഡിപ്പാർട്ട്മെന്റ്സ്. മെറ്റീരിയൽസ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ നിന്നും അതാത് യൂസർ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഡിഫറെന്റ് ലിഫ്റ്റ് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ഇതിനു വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ലിഫ്റ്റിലൂടെ നമുക്ക് ആ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണോ കൊണ്ടുപോയി കൊടുക്കേണ്ടത് അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിതരണം ചെയ്യാനായിട്ട് എളുപ്പം പോയി വരാനായിട്ട് സാധിക്കും. ഒത്തിരി നിലയിലേക്കുള്ള ബിൽഡിംഗ് ആണ്, ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആണെങ്കിൽ മുകളിലത്തെ നിലയിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് അതിന് ഒത്തിരി ദൂരം നടക്കിയ കാര്യങ്ങളൊന്നും വേണ്ട. മോഡേൺ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഇതിന് പ്രത്യേക ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള ലിസ്റ്റില് മറ്റൊന്നും കൊണ്ടുപോകാനായിട്ട് അനുവദിക്കില്ല കേട്ടോ. ഈ ഒരു സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഐറ്റംസ് മാത്രം കൊണ്ടുപോകാൻ അനുവദിക്കുന്ന രീതിയിലുള്ള ലിഫ്റ്റ് സൗകര്യമായിരിക്കും. അവർക്ക് അതുവഴി എന്ത് ചെയ്യാം, ഓരോരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വിതരണം ചെയ്യാനായിട്ട് എളുപ്പം സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മോഡേൺ ഹോസ്പിറ്റലിൽ ഒരു ഡിഫറെന്റ് ലിഫ്റ്റ് തന്നെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏരിയയുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും സ്റ്റോറേജ് ഏരിയയും ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. നമ്മൾ ആ ഒരു 6 ഏരിയ കംപ്ലീറ്റ് ആക്കി. ഏതൊക്കെ ഏരിയ ആണ് നമ്മൾ പറഞ്ഞത്? ഏതൊക്കെ ഏരിയ ആയിരുന്നു? ഫങ്ഷണൽ ഏരിയാസ് 6 ഏതായിരുന്നു? ഫസ്റ്റ് വൺ പറഞ്ഞത് റിസീവിംഗ് ഏരിയ അല്ലെ. റിസീവിംഗ് ഏരിയയിൽ നമ്മൾ പറഞ്ഞു CSSDയിലേക്ക് ആ ഹോസ്പിറ്റലിലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. അവിടെ നിന്ന് വരുന്ന ഓരോ യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും ഇവിടേക്ക് CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാനും ക്ലീൻ ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇനി അവിടെ നമ്മൾ പ്രധാനമായിട്ടൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് വഴി കറ പറ്റുന്നതായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ വെച്ച് തന്നെ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് ഡീകണ്ടാമിനേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തുവിടാൻ പാടുള്ളൂ. ഇനി ഈ വരുന്ന റിസീവിംഗ് ഏരിയയിൽ നിന്നും ഈ ഐറ്റംസ് ഒക്കെ ചെക്ക് ചെയ്തു, ആവശ്യമില്ലാത്തത് നമ്മൾ മാറ്റിവെച്ചു, അതിനുശേഷം അത് റെക്കോർഡ് ചെയ്ത് അതായത് എവിടേക്ക് പോയി, ക്ലീനിങ് ഏരിയയിലേക്ക് വന്നു. ക്ലീനിങ് ഏരിയയിൽ വരുമ്പോൾ നമുക്ക് ഹാൻഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചോ നമുക്ക് അത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. അതിനുശേഷം അവിടെ പ്രധാനമായിട്ടും അവിടെ ഒരു മെഷീന്റെ നമ്മൾ ഉപയോഗം പറഞ്ഞു അല്ലെ. ആ മെഷീന്റെ പേരെന്തായിരുന്നു? അൾട്രാസോണിക് വാഷർ. എന്തിനു വേണ്ടിയിട്ടാണ്? സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് അൾട്രാസോണിക് വാഷർ മെഷീൻ എന്ന് പറയുന്നത്. അതിന്റെ ഉപയോഗം നമ്മൾ പറയുന്നത്. ഇനി ഇവിടെയുള്ള ക്ലീൻ ചെയ്തതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു? ഓവൻ ഡ്രയറിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്ത് ഉണക്കിയതിന് ശേഷമാണ് അത് പാക്കിംഗ് ഏരിയയിലേക്ക് വിടുന്നത്. പാക്കിംഗ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത് എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസേഷന് മുൻപ് നമ്മൾ പാക്ക് ചെയ്യും. അത് ഒന്നില്ലെങ്കിൽ ഡബിൾ ലെയർ ഓഫ് കോട്ടനും അതുപോലെ പേപ്പർ കവറുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പാക്ക് ചെയ്യുക. അല്ല എങ്കിൽ ETF സ്റ്റെറിലൈസേഷൻ ഒക്കെ വേണമെങ്കിൽ അവിടെ ഇഫക്റ്റീവ് ആൻഡ് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിച്ചുകൊണ്ടും സ്റ്റെറിലൈസേഷൻ ചെയ്യാവുന്നതാണ്. അപ്പൊ 2 മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ് നമ്മൾ പഠിച്ചത്. അതിൽ സ്റ്റെറിലൈസേഷൻ ഏതൊക്കെയായിരുന്നു? 2 മെത്തേഡുകള്, സ്റ്റീം സ്റ്റെറിലൈസേഷനും കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനും. അതിൽ സ്റ്റീം സ്റ്റെറിലൈസേഷനിൽ നമ്മൾ 2 എക്സാമ്പിളുകളോട് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോക്ലേവ്, സാധാരണ നോർമൽ ഓട്ടോക്ലേവും അതുപോലെ ഒരു സ്പെഷ്യൽ ഓട്ടോക്ലേവ് ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. ഇവിടെ രണ്ടിന്റെയും ആ ഒരു പ്രധാന മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റീം ചെയ്യുക, സ്റ്റീം ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റെറിലൈസേഷൻ തന്നെയാണ് അല്ലെ. അപ്പൊ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ്. സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള, അഫോർഡബിളിന്റെ മീനിങ് ആരാ ചോദിച്ചത്? എന്താണ്
അഫോർഡബിൾ മീനിങ് താങ്ങാവുന്ന വില അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിന് താങ്ങാവുന്ന ഒരു വിലയായിരിക്കും, ആ ഒരു താങ്ങാവുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ്. ഇപ്പൊ അവർക്ക് ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി ചിലവ് കൂടിയതല്ല കേട്ടോ, ഒത്തിരി ചിലവ് കൂടിയതല്ല, അവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വിലയുള്ള അല്ലെങ്കിൽ ഇവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ സമയം എത്ര മതി ഓട്ടോക്ലേവ് ചെയ്യാനായിട്ട്? 20 മിനിറ്റ്സ് കൊണ്ട് ആ സൈക്കിൾ കംപ്ലീറ്റ് ആവും. എന്നാൽ എഥിലീൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ ഇജിയോ സ്റ്റെറിലൈസേഷനിൽ വരുമ്പോൾ അവിടെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഹീറ്റ് റെസ്പോൺസീവ് അല്ലെങ്കിൽ മോയ്സ്ചർ റെസ്പോൺസീവ് ആയിട്ടുള്ള എന്തൊക്കെയാണ്? കാർഡിയാക് കത്തീറ്റർ, എൻഡോസ്കോപ്പ് മുതലായ പ്ലാസ്റ്റിക് ഐറ്റംസ് യൂസ് ചെയ്യുമ്പോൾ അത് ഹീറ്റ് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് ചൂട് വന്നാൽ എന്താ പറ്റുക? ഉരുകിപ്പോവും അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇജിയോ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അതിന് കീഴിൽ നമുക്ക് എന്ത് ചെയ്യാം? കെമിക്കൽ ഗ്യാസ്, പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പോസിറ്റീവ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോലും അത് പേഷ്യന്റിനെ യൂസ് ചെയ്യുന്നതിന് മുൻപ് ആ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസിന്റെ അംശങ്ങൾ എന്തെങ്കിലും അതിലുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ ഇതിന്റെ എൻറ്റയർ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 8 മുതൽ 12 മണിക്കൂർ വരെ സമയമെടുത്തേക്കാം. ഫ്ലാഷ് സ്റ്റെറിലൈസർ വരുമ്പോ ഇതെവിടെയാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് ആണ്. അവിടെ വെരി ഷോർട്ട് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ ഇതിന് മതിയാവും. 3 to 4 മിനിറ്റ്സ് കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫ്ലാഷ് സ്റ്റെറിലൈസറിലെ സ്റ്റെറിലൈസേഷൻ പ്രോസസ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു 3 ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷന്റെ ഏതൊക്കെയാണെന്നുള്ളത് പറയണം. നെക്സ്റ്റ് സ്റ്റോറേജ് ഏരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്റ്റോറേജ് ഏരിയ ക്ലീൻ ആയിട്ടുള്ള ഐറ്റംസ്, ക്ലീൻ ആയിട്ടുള്ള റാക്കുകളിൽ സ്റ്റെറിലൈസ് ചെയ്ത് വരുന്ന ഓരോ ഐറ്റംസ് എന്ത് ചെയ്യുന്നു? പ്രൊഫഷണലി ടെമ്പററി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് FIFO പ്രിൻസിപ്പിൾ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആദ്യം CSSTയിലേക്ക് ഏത് ഐറ്റം ആണോ ക്ലീൻ ചെയ്യാനായിട്ട് വരുന്നത് അതേ ഐറ്റം തന്നെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് അവിടെ നിന്നും തിരിച്ച് പുറത്തേക്ക് പോവേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ, 6ാമത്തെ ഏരിയ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. അവിടെ എന്താണ് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും നമ്മുടെ റിസീവിംഗ് ഏരിയയും തമ്മിൽ അകലത്തിലായിരിക്കും സ്ഥിതി ചെയ്യുക. അപ്പൊ അവിടെ റിസീവിംഗ് ഏരിയ പോലെ തന്നെ ഒരു കൗണ്ടർ ആയിട്ട് വിൻഡോയും ഇതിലും ഉണ്ടായിരിക്കും. അതിലൂടെയാണ് ഐറ്റംസിനെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അതുപോലെ മോഡേൺ ഹോസ്പിറ്റലിലാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സെപ്പറേറ്റ് ലിഫ്റ്റിന്റെ സൗകര്യം തന്നെ ഉണ്ടായിരിക്കും. ലിഫ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എവിടെ വേണമെങ്കിലും ഈ ലിഫ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വിതരണം ചെയ്യാവുന്നതാണ്. ഓക്കെ ആണോ? ആ ഒരു 6 ഫങ്ഷണൽ ഏരിയാസ് ഓഫ് CSST. ഓക്കെ, പിന്നെ നമ്മൾ ഇത്ര എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ടുമോറോ ക്ലാസ് ഉണ്ടോ?